ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ തമിഴ്നാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും തന്നെ വരുന്ന കുറച്ച് പേരുകളിൽ ഒന്നാ കോയമ്പത്തൂർ, ചെന്നൈ, തെങ്കാശി, അങ്ങനത്തെ തമിഴ്നാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും തന്നെ വരുന്ന കുറച്ച് പേരുകളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പേരാ ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോഴാ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടം വരെ വന്നത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ വന്നത് കൊല്ലത്തുനിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും രാവിലെ 7:50 ശബരി എക്സ്പ്രസ് ഉണ്ട്. അത് രാവിലെ 7:50 സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 3:50 ആകുമ്പോഴത്തേക്കും ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ ഈ കൊല്ലത്തുനിന്ന് ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് 235 രൂപയാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 6:45 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. അത് രാവിലെ 7:50 ആകുമ്പോഴത്തേക്കും കൊല്ലത്ത് വരും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 3:50 ആകുമ്പോഴത്തേക്കും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വരും കേട്ടോ. ഈ കാണുന്നതാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞാനിങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ ശിവൻ്റെ ഒരു പകുതി പ്രതിമയായിട്ടുള്ളൊരു സ്റ്റാച്യു ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ എപ്പോഴും ആ ആദിയോഗി ശിവ സ്റ്റാച്യുവിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് 14D എന്ന് പറഞ്ഞ ബസ്സിലാണ് കയറേണ്ടതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്. ഞാൻ വലിയൊരു ബാഗൊക്കെ ആയിട്ടാണ് വന്നത്. ഇന്നൊരു ദിവസം ഇവിടെ തങ്ങാന്നുള്ള പ്ലാനിലാണ് വന്നത്. ഇവിടെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ദിവസം 24 മണിക്കൂർ ബാഗ് വെക്കുന്നതിന് 20 രൂപയാണ് ചാർജ്. ഈ കാണുന്ന കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ, അതിനോട് ചേർന്ന് തന്നെയാണ് ക്ലോക്ക് റൂമും ഉള്ളത്. കണ്ടില്ല, ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലായിട്ട് യൂബർ അങ്ങനത്തെ വണ്ടികളൊക്കെ കിടക്കുന്നത്. യൂബർ ടാക്സി ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. എന്താണെന്നറിയാമേ, ഞാനങ്ങനെ യൂബറൊന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. ഇപ്പോൾ ഇവിടെ റെഡ് ടാക്സി എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്, റെഡ് ടാക്സി. അപ്പോഴത്തെ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ പഴയ ഒരു കൽക്കരി എഞ്ചിനാണെന്നാണ് തോന്നുന്നത്. അപ്പോഴതിനകത്ത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ സെലിബ്രേറ്റിംഗ് 150 ഇയേഴ്സ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഊട്ടിയിലൊക്കെയുള്ള ട്രെയിൻ ഉണ്ടല്ലോ, ടോയ് ട്രെയിൻ, അതിൻ്റെ എഞ്ചിനായി വെച്ചിരിക്കുന്നത്. അപ്പുറത്തോട്ട് പോകാം, ക്ലിയറായിട്ട് കാണാൻ പറ്റുമായിരിക്കാം. കണ്ടില്ലേ, 37389 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ എന്തായാലും നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഈ ആദിയോഗി ശിവ സ്റ്റാച്യു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകേണ്ടത്. ആദിയോഗി ശിവ ടെമ്പിൾ എന്നാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റും, ക്ഷമിക്കുക. അപ്പോഴേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഒരു 100 മീറ്റർ പോകുമ്പോഴത്തേക്കും. അപ്പോഴവിടെയാണ് ഈ ഞാൻ പറഞ്ഞ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് നിർത്തുന്നത്. എന്തായാലും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ട്രെയിൻ എന്ന് വെച്ചാൽ തെക്കെന്ന് വരുന്നവർക്ക്, കൊല്ലം, തിരുവനന്തപുരം, ഇത് കോട്ടയം വഴി വരുന്ന വണ്ടിയാണ്. അപ്പോഴവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഏറ്റവും നല്ല ട്രെയിനാണ് ഈ ശബരി എക്സ്പ്രസ്. നമ്മളിങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോഴത്തേക്കും ഓരോ ഓട്ടോക്കാർ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും ഈ ഇഷയിലോട്ട് പോകാനാണോ എന്ന്. അതായത് ഈ പറഞ്ഞ സ്ഥലം ആദിയോഗി ശിവ സ്റ്റാച്യുവിനെ ഇഷ എന്നും പറയും. ഇഷ യോഗ സെൻറ്റർ അവിടെ മെയിനായിട്ടുള്ളതേ. അപ്പോഴങ്ങോട്ട് പോകണമെന്ന് ഈ ഓട്ടോ ഡ്രൈവർമാർ നമ്മുടെ അടുത്ത് ചോദിക്കും. പക്ഷേ അങ്ങനെ പോകേണ്ട കാര്യമില്ല, ബസ്സുണ്ടല്ലോ, ബസ്സിൽ പോകേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഓട്ടോയിൽ പോകുന്നതിന് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. ഷെയർ ഓട്ടോയാ, വഴി നീളെ നിർത്തി ആൾക്കാരെ എല്ലാം ഇടിച്ച് കയറ്റിയിട്ടേ പോകത്തുള്ളൂ. നമുക്ക് സ്വസ്ഥമായിട്ട് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല. D 14D കണ്ടില്ലേ. അപ്പോൾ ഈ ബസ്സിൽ എങ്ങോട്ട് വന്നത്, ഇത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് എപ്പോഴും ഉണ്ട് ഈ ബസ് ഇങ്ങോട്ടെ. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആദിയോഗി ഇഷ ടെമ്പിൾ എന്ന് പറഞ്ഞ ഈ സ്ഥലം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 40 രൂപയുള്ളൂ. നമ്മൾ ഈ ബസ് വന്ന് നിർത്തിയ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ടോയ്ലറ്റ് സംവിധാനം എല്ലാം ഉണ്ട്. അവിടെ ആയിട്ട് ടോയ്ലറ്റൊക്കെയാണ്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സും പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബസ്സിൻ്റെയും സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കോയമ്പത്തൂർ മെയിനായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്. കണ്ടില്ലേ, ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 5:50 ബസ് സ്റ്റാർട്ട് ചെയ്യും. കണ്ടില്ലേ, 14D ഉണ്ട്, 14G ഉണ്ട്, 14C ഉണ്ട്, പിന്നെ 14A ഉണ്ട്. അതേപോലെ ഇവിടെ നിന്ന് ഗാന്ധിപുരത്തോട്ടുള്ള ബസ്സും അതിൻ്റെ സമയം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45. അപ്പോഴിനിയുള്ള ബസ് 6:15 തിരിച്ച് കോയമ്പത്തൂരോട്ടുള്ള ബസ്സിൻ്റെ സമയം ഞാൻ പറയുന്നത് 6:15 PM 7:15 PM 8 PM 8:30 PM ലാസ്റ്റ് ബസ് 9 PM 14D. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബസ്സിനകത്ത് കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. അപ്പം പരിചയപ്പെട്ട പേര് കലയരസ്, സൂര്യ, പാണ്ഡ്യൻ. ഓക്കെ, അപ്പം നമ്മൾ വന്ന ബസ്സിനകത്തുണ്ടായിരുന്നവരാ. അപ്പം അങ്ങോട്ട് കാണത്തില്ലേ, ശരി പാക്കല. ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ എഴുതിയിട്ടുണ്ട്. 2 വീലർ 10 രൂപ, കാറ് 30 രൂപ, മിനി ബസ് മിനി വാന് 50 രൂപ,
ബസ്സിന് 150 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. നമ്മൾ ബസ് നിർത്തി അകത്തോട്ട് കയറുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ചായക്ക് 20 രൂപ, ബ്ലാക്ക് ടീ 15 രൂപ, മസാല ടീ 30 രൂപ. കംപ്ലീറ്റ് വെജ് സംഗതികളാണ് ഉള്ളത്. വെജ് ബിരിയാണിയൊക്കെ ഉണ്ട്. വെജ് ബിരിയാണിക്ക് 100 രൂപ. അകത്തോട്ട് നടന്ന് കയറിയപ്പോഴത്തേക്കും തന്നെ ഇവിടെ ഒരു നല്ലൊരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും തന്നെ ഇവിടെ ഒരാൾക്കൂട്ടം കണ്ടില്ലേ? ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അത് ഫ്രീ സർവീസാണ്. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും മേടിക്കത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ സർവീസ്. കണ്ടില്ലേ? ഇതിനകത്തോട്ട് ബാഗ് അകത്തോട്ട് കയറ്റി വിടണം. ഇവിടെ ഒരു സമയം എഴുതിയിട്ടുണ്ട്. 8 PM ശേഷം ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. 8:45 ശേഷം തിരിച്ചെടുക്കാനും ചെല്ലരുത്. മനസ്സിലായില്ലേ? എന്ന് പറയുമ്പോഴത്തേക്കും 8 PM ശേഷം ഇവിടെ ബാഗ് സ്വീകരിക്കുന്നതല്ല. 8:45 ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ബാഗ് എടുക്കാനും ചെല്ലരുത്. പിറ്റേന്ന് രാവിലെ പോയി എടുക്കണം. അതാണ് ഇവിടുത്തെ റൂള്. എന്തായാലും നമുക്ക് ഈ വഴി കൂടെ അകത്തോട്ടാണ് പോകേണ്ടത്. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത്. ഇതേപോലത്തെ വണ്ടിയുണ്ട്. ഇതേപോലത്തെ വണ്ടിയിലും നമുക്ക് അങ്ങോട്ട് പോകാം. കാളവണ്ടിയാണ് ഇത്. പക്ഷേ കാളയെ കാണുന്നില്ല. കണ്ടില്ലേ? കാളവണ്ടിയിലോട്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കാളയാണ് കൊണ്ടുവരുന്നത്. വലിയ കാളയാണ്. അതെങ്ങനെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തൂടെ ആൾ നടന്നു വന്നോ? ഓക്കെ, കണ്ടില്ലേ? ഭയങ്കര ഹൈറ്റിലുള്ള കാളയാണ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ കാളവണ്ടിയിൽ കയറി പോകാറുന്നല്ലേ? ഭയങ്കര വലിപ്പമാണ്. ഇതിൻ്റെ ശരിക്കും വലിപ്പം മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് വല്ല ഓട്ടോയോ എന്തെങ്കിലും നിൽക്കണം. കണ്ടില്ലേ? വേറൊരു ട്രിപ്പ് പോയിട്ട് വരുന്ന വണ്ടിയാണ്. കുറച്ച് ആൾക്കാരുമായിട്ട്. കൊള്ളാം അല്ലേ? 1 2 3 4 5 10 പേരുണ്ട് ഒരു വണ്ടിക്കകത്തെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാളവണ്ടിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക. 10 രൂപ ടിക്കറ്റ് ചാർജ്. അയ്യോ, ഈ വണ്ടിക്കകത്ത് പോകാമെന്ന് വിചാരിച്ചതാ. ഫുള്ളായില്ലേ? ആ വണ്ടി മിസ്സായി. ഇനി അടുത്ത് നമുക്ക് ഈ വണ്ടിക്കകത്ത് പോവാം. ടിക്കറ്റ്. അങ്ങനെ ചെക്കറും വന്ന് ടിക്കറ്റ് ചോദിക്കുകയും ചെയ്ത്. നമ്മൾ ഈ കാളവണ്ടിയിൽ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കുവേ ആ സൈഡിലൊക്കെ ആയിട്ട് സ്നാക്സ് കടകളൊക്കെ ഉണ്ട്. ആ കാണുന്ന കടകളെല്ലാം വരിയായിട്ട് കാണുന്നതെല്ലാം സ്നാക്സ് കടകളാണ്. ആൾക്കാരൊക്കെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ പാനിപൂരി അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്. നോർത്ത് ഇന്ത്യൻസിനെ ലക്ഷ്യമിട്ടിട്ടായിരിക്കാം പാനിപൂരിയൊക്കെ കച്ചവടം ചെയ്യുന്നതേ. ഓക്കെ, അങ്ങനെ ഞാൻ കാളവണ്ടിയിൽ നിന്ന് സ്റ്റൈലായിട്ട് ചാടി ഇറങ്ങി. ഈ കാളവണ്ടി വരുന്നിടത്തായിട്ട് തന്നെ ഇവിടെ കരിക്കും വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ചെന്തങ്ങിൻ്റെ കരിക്കുണ്ട്, പിന്നെ അല്ലാത്ത കരിക്കും എല്ലാം ഉണ്ട്. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ടില്ല? ഇവിടെ ഒരു കടയിലായിട്ട് ആദിയോഗിയുടെ ടീഷർട്ടൊക്കെ ഉണ്ട്. പല പല കളറിലുണ്ട്. ഇത് എല്ലാമേ 300. എല്ലാം 300 രൂപയാണെന്നാണ് പറയുന്നത്. ഏതെടുത്താലും 300 രൂപ. ഞാൻ എന്തായാലും ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ച്. 50 രൂപയാണ് കരിക്കിൻ്റെ വില. കരിക്കിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുന്നല്ലോ. നമ്മൾ കാളവണ്ടി വന്ന് ഇറങ്ങിയ സ്ഥലത്തിനടുത്തായിട്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിക്കണമെന്നുള്ളവർ ഇവിടെ നിന്ന് സമാധാനത്തോടെ വായിച്ചിട്ട് വന്നോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എൻ്റെ മനസ്സിൽ, എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ശില്പം എങ്ങനെയായിരുന്നു അറിയാവോ? നമ്മൾ നേരെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഞാനിങ്ങനെ ബസ്സിൽ വരുന്ന വഴിക്ക് ഇങ്ങനെ നോക്കുക എവിടെയായി ശില്പം നിൽക്കുന്നതെന്നേ. പക്ഷെ നമ്മൾ ബസ്സിൽ വരുന്ന വഴിക്കൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ബാക്ക് സൈഡിലായിട്ടാണ് വന്ന് എത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ ശില്പം എന്നാണ് പറയുന്നത്. ഇതിന് പകുതിയല്ലേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ നടക്കുന്നത്. ഇതിനെ കറക്റ്റ് നല്ലൊരു വ്യൂ കിട്ടണമെങ്കിലേ ഏകദേശം വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം അങ്ങോട്ട് നടന്നു പോകണം. നല്ല ബ്ലാക്ക് കളറിലുണ്ട് കാണാൻ. ബ്ലാക്ക് കളർ വാവ്. എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുക. എൻ്റെ ദൈവം, ഇതെന്ത് ജനമായത്! ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച. അപ്പം ഞായറാഴ്ചത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു വർക്കിംഗ് ഡേ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ. എന്തായാലും ഈ വന്ന സമയം കൊള്ളാം. വലിയ വെയിലൊന്നുമില്ല. നല്ല അന്തരീക്ഷത്തിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? വെയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, വിടുക, അതാ പരിപാടി. പക്ഷേ ഈ ഒരു തണലും ഈ ഒരു വൈകുന്നേരം അന്തരീക്ഷം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ പല പല മാരക വേർഷൻസൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ? ചെരുപ്പുകളെല്ലാം ഇവിടെ ഊരിയിട്ടിട്ട് പോകണം. ഇവിടെ ഒരു ഭസ്മമായത്. ഭസ്മത്തിൻ്റെ വലിയൊരു കട്ട വെച്ചിട്ടുണ്ട്. ഭസ്മത്തിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോഴത് തൊട്ട് നെറ്റിയിൽ വെക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. ഇതെവിടെയായിട്ട് നോക്കേ, വലിയൊരു കൽവിളക്ക് വെച്ചിട്ടുണ്ട്. കത്തിച്ചിട്ടൊന്നുമില്ല, വെറുതെ വെച്ചിട്ടേ ഉള്ളു.
ഇപ്പോഴിതാ കറക്റ്റ് ഫ്രണ്ട് സൈഡിൽ നിൽക്കുക. എൻ്റെ അമ്മോ, ഭയങ്കര വലിപ്പം കേട്ടോ. ബോർഡർ ചെയ്തിരിക്കുന്നത് കൊള്ളാം. സാധാരണ രീതിയിൽ വെറുതെ ഒരു വേലി കെട്ടാതെ ഒരു ശൂലം ചെയ്തിരിക്കുന്നതേ അതെന്തായാലും കൊള്ളാം. ആ ക്രിയേറ്റിവിറ്റി എന്തായാലും കൊള്ളാം. ദാ ഈ ശില്പത്തിനകത്തെ വലിയൊരു രുദ്രാക്ഷമാല ഇട്ടിട്ടുണ്ട്. ഒരുപാട് രുദ്രാക്ഷമാലകൾ കൂട്ടിക്കെട്ടിയിട്ട് എല്ലാം കൂടെ ചേർത്തൊരു വലിയ മാല. ഒരുപാട് വലിപ്പത്തിലാണ് അതുള്ളത്. നമ്മൾ ഈ വടം വലിക്കൊക്കെ വടം വലിക്കുമല്ലോ, ആ വടത്തിൻ്റെ ഒരു 3 മടങ്ങ് വലിപ്പമുണ്ട് ഈ ഒരു മാലയ്ക്ക്. ആ ഒരു കനം ഭയങ്കര വലുതാട്ടോ. എല്ലാവരും 2 കൈ വെച്ചിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുകയെന്നാണ് പെട്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷേ 2 കൈയുടെ നടുക്കൊരു ഫോണുണ്ട് ക്യാമറ ഓണാക്കിയിട്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇപ്പോഴിവിടെ 7 മണിക്ക് ലൈറ്റ് ഷോ തുടങ്ങും. ഈ ശില്പത്തിലെ ലൈറ്റ് ഷോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരായത്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഇവിടെ അങ്ങ് ഫില്ലാവും. ഗ്യാപ്പ് കാണത്തില്ല ഇരിക്കാനേ. ഞാൻ കയറി വരുന്ന വഴിക്ക് പറഞ്ഞില്ലായിരുന്നോ, ഫ്രണ്ടിൽ കൂടെ വരുന്നൊരു വ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഫ്രണ്ടിൽ കൂടെ വരാൻ പറ്റും കേട്ടോ. അത് കാര്യം ഞാൻ പറയാനുള്ള കാര്യം എന്തോ, അവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങ് എൻഡിലായിട്ട്. അപ്പോൾ ആ വരുന്നവർക്കൊക്കെ കറക്റ്റ് ഈ ഒരു വ്യൂ, ഫ്രണ്ടിലോട്ടുള്ളൊരു വ്യൂ കണ്ടിങ്ങനെ നടന്ന് വരാൻ പറ്റും. പക്ഷേ ഈ ഒരു റൂട്ടിൽ കാളവണ്ടിയൊന്നും വരുന്നില്ല. കാളവണ്ടി വരുന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെ. അപ്പോൾ കൂടുതലും ആൾക്കാർ നമ്മൾ വന്ന ആ ഒരു ബാക്ക് സൈഡിൽ കൂടെ തന്നെയാണ് വരുന്നത്. எல்லாரும் சீட்டிங் ஏரியால வந்து அமருமாறு கேட்டுக்கொள்கிறோம். They call him a yogi, as he was the first one, the Adi Yogi. അങ്ങനെ ലേസർ ഷോ എല്ലാം അവസാനിച്ച് ഹാലജൻ ബൾബെല്ലായിട്ട് ഇവിടെ ഒരു ഹാലജൻ ബൾബ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയുക. അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക യൂട്യൂബേഴ്സും മിക്ക സ്ഥലങ്ങളിലും പോയിട്ട് അവസാനം തള്ളി മറിക്കാറുണ്ട്. അടിപൊളി സൂപ്പർ കിടിലം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. കാര്യം സാധാരണ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീഡിയോ അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ തള്ളി മറിക്കാനൊരു ചമ്മലായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചമ്മലും തോന്നുന്നില്ല. കാര്യം ഈ ഒരു ലേസർ ഷോ ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ, വേറെ ലെവൽ സംഭവം തന്നെ. കാര്യം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് പൈസ മേടിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നതിനുള്ള ഈ കാളവണ്ടിയിൽ വരുന്ന ചാർജും എല്ലാം നിസ്സാര പൈസയാണ്, 10 രൂപയൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോഴിവിടെ അറുപ്പില്ല. മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അറുപ്പില്ല. പിന്നെ ഈ ലേസർ ഷോയ്ക്ക് വേണമെങ്കിൽ ഇവർക്കൊരു 100 രൂപ മേടിച്ചാലും നമുക്ക് കൊടുത്തത് കാണുന്നതിൽ നഷ്ടമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ കോയമ്പത്തൂർ എന്തെങ്കിലും ആവശ്യത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ആദിയോഗി ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തോട്ട് വരണം കേട്ടോ. ഇവിടെ വെറുതെ വന്നിട്ട് പോയാൽ പോരാ, ഇവിടുത്തെ ഈ ഒരു ലേസർ ഷോ എന്ന് പറഞ്ഞൊരു സംഗതി അത് കണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ. അത് കാണാനുള്ള കാര്യം തന്നെയാണ്. കാര്യം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഒരു ലേസർ ഷോയും കാര്യങ്ങളൊക്കെ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോഴൊന്നും അത്രയ്ക്ക് ആ ഒരു ഭംഗി നമുക്ക് തോന്നത്തില്ല. കാര്യം ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന വീഡിയോയിൽ അത്ര ഒരു ഭംഗി തോന്നാൻ സാധ്യതയില്ല. കാര്യം ഫോണിലൊക്കെ എടുത്തിരിക്കുന്നത്, അഥവാ ഫോണിലല്ല ക്യാമറയിൽ എടുത്താൽ തന്നെയും കറക്റ്റ് ആ ഒരു ശരിക്കുള്ളൊരു ഫീൽ കിട്ടത്തില്ല. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും വലിയൊരു മല കണക്ക്, വലിയൊരു പർവ്വതം കണക്കത്തെ ഒരു ശില്പത്തിനകത്തോട്ടായി ലേസർ അടിച്ചു വിടുന്നത്. അത് കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്ന ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ പറഞ്ഞായിരുന്നു തിരിച്ചുള്ള ബസ്സിൻ്റെയും സമയം. അപ്പോഴേ ലാസ്റ്റ് ബസ് ഇവിടെ നിന്ന് രാത്രി 9 മണിക്കാണ്. അപ്പോഴാ ബസ് പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇന്ന് രാത്രി ഇവിടെ കോയമ്പത്തൂർ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഊട്ടിയിലൊക്കെ പോകാനൊരു പ്ലാനുണ്ട്. അപ്പോഴതൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.